മാനും റഹീമുമായ രാജസയ്യിദായ മലിക്കുൽ ജബ്ബാറായ അല്ലാഹ്, ഞങ്ങൾ ഓതിയ ഖുർആനുകളും ദിക്റുകളും സ്വലാത്തുകളും ഹദ്ദാദുകളും അസ്മാഉൽ ഹുസ്നകളും എല്ലാം റബ്ബായ നീ സ്വീകരിക്കണേ അല്ലാഹ്, ഖബൂൽ ചെയ്യണേ അല്ലാഹ്. പോരായ്മകൾ പരിഹരിക്കണേ അല്ലാഹ്, തെറ്റുകുറ്റങ്ങൾ മാപ്പ് ചെയ്യണേ അല്ലാഹ്. നിന്റെ അടുക്കൽ വലിയ പ്രതിഫലം കിട്ടുന്ന അമലുകളായി ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണേ റഹ്മാനെ, ഖബൂൽ ചെയ്യണേ അല്ലാഹ്, ഇജാബത്ത് നൽകണേ അല്ലാഹ്. നീ പൊരുത്തപ്പെട്ട മജ്ലിസായി ഞങ്ങളെ മജ്ലിസ് നീ സ്വീകരിക്കണേ അല്ലാഹ്. അല്ലാഹുവേ, സർവത്തിന്റെയും മുന്തിയ മിസ്ല സവാബ് ഞങ്ങളെ ഹബീബായ കരളിന്റെ കഷ്ണമായ സ്നേഹനിധിയായ മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം അവിടുത്തെ പരിശുദ്ധമായ പരിപാവനമായ തിരുഹദറാത്തിലേക്ക് നീ എത്തിക്കണേ അല്ലാഹ്. അല്ലാഹുവേ, അവിടുത്തെ മദദ് ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്, അവിടുത്തെ പൊരുത്തം ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്, അവിടുത്തെ സഹായം ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്, അവിടുത്തെ നദർ ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. അവിടുത്തെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ ദുനിയാവും ഞങ്ങളെ ആഖിറവും ഞങ്ങളെ ഖബറും ഞങ്ങളെ മഹ്ശറയും എല്ലാം നീ രക്ഷപ്പെടുത്തി തരണേ റഹ്മാനെ. അവിടത്തോടുള്ള മഹബ്ബത്ത് ഞങ്ങൾക്ക് നീ വർദ്ധിപ്പിച്ചു തരണേ അല്ലാഹ്. മഹബ്ബത്ത് വർദ്ധിപ്പിച്ച് ധാരാളം സ്വലാത്ത് ചൊല്ലി അങ്ങനെ ആ പവിത്രമായ പൂമുഖം ധാരാളം കണ്ട് ആസ്വദിച്ച് അവസാനം മരിക്കുന്ന സമയത്തും ആ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലമ തങ്ങളുടെ പുഞ്ചിരിക്കുന്ന പ്രശോഭിതമായ മുഖം കാണിച്ചുകൊണ്ട് ഞങ്ങളെ റൂഹിനെ നീ പിടിക്കണേ അല്ലാഹ്, നീ പിടിക്കണേ അല്ലാഹ്. അവിടുന്ന് പുഞ്ചിരിക്കുന്നത് കാണുമ്പോ ഞങ്ങളുടെ മുഖത്തും ഒരു പുഞ്ചിരി തന്ന് മരിക്കുന്ന മുഖം പുഞ്ചിരിക്കുന്ന മുഖമായി മരിക്കാൻ ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണേ അല്ലാഹ്, ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. ഞങ്ങളെ ആഖിബത്ത് നീ നന്നാക്കി തരണേ അല്ലാഹ്, അവസാന സമയം നീ നന്നാക്കി തരണേ അല്ലാഹ്. മുഅ്മിനായി മരിപ്പിക്കണേ റബ്ബേ. ഖബറിന്റെ അദാബിനെ തൊട്ട് ഞങ്ങളെ നീ കാത്തു രക്ഷിക്കണേ അല്ലാഹ്. എല്ലാ ദിവസവും ഞങ്ങളെ സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്യുന്നു അല്ലാഹ്. സ്വീകരിച്ച് നാളെ ഖബറിൽ രക്ഷപ്പെടാനുള്ള ഒരു അമലായി ഞങ്ങളിൽ നിന്ന് നീ ഖബൂൽ ചെയ്യണേ അല്ലാഹ്. ഞങ്ങളെ ഖബറുകൾ നീ സ്വർഗത്തിന്റെ വീടാക്കണേ അല്ലാഹ്. എല്ലാ ഖബറിന്റെ അദാബുകളിൽ നിന്നും എല്ലാ ഖബറിന്റെ മുസീബത്തുകളിൽ നിന്നും ഖബറിന്റെ എല്ലാ ഇടുക്കലുകളിൽ നിന്നും അല്ലാഹുവേ ഞങ്ങൾ നിന്നോട് കാവൽ ചോദിക്കുന്നു അല്ലാഹ്. ഞങ്ങളെ ഖബറുകളിലിട്ട് നീ ഇടുക്കിക്കളയല്ലേ അല്ലാഹ്. ഖബർ നീ നരകത്തിന്റെ വീടാക്കല്ലേ അല്ലാഹ്. ഖബർ കത്തിക്കാളുന്ന നരകമാ ഖബറാക്കല്ലേ അല്ലാഹ്. അല്ലാഹുവേ, പാമ്പുകളും തേളുകളും ഒക്കെയുള്ള ഖബറുകളാക്കി ഞങ്ങളെ ഖബറുകളെ നീ മാറ്റരുതേ അല്ലാഹ്. നീ ഞങ്ങൾക്ക് കാവലാകണേ അല്ലാഹ്. നീ ഞങ്ങളെ സ്വീകരിക്കണേ അല്ലാഹ്. എന്ത് നീയത്തുകളാണോ ഞങ്ങളുടെ കൽബിലുള്ളത് ആ നീയത്ത് മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം അവിടുത്തെ ബറക്കത്തുകളെ കൊണ്ട് അവിടുത്തെ ബറക്കാത്തുകളെ കൊണ്ട് ഞങ്ങൾക്ക് നീ ഹാസുലാക്കി തരണേ അല്ലാഹ്. പരിശുദ്ധമായ രാവുകളാണ് അല്ലാഹുവേ. ഞങ്ങൾ ഈ രാവുകളെ സാക്ഷിയാക്കി മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലമ തങ്ങളുടെ പരിശുദ്ധമായ ആസാറുകളെ സാക്ഷിയാക്കി അല്ലാഹുവേ ഞങ്ങൾ നിന്നോട് ചോദിക്കുന്നു അല്ലാഹ്, തട്ടിക്കളയരുതേ റബ്ബേ,
തട്ടിക്കളയരുതേ അല്ലാ, ഖായിബാക്കി മടക്കി കളയരുതേ അല്ലാ, കൈകളെ വെറുതെയാക്കരുതേ അല്ലാ. അല്ലാഹുവേ, രോഗികൾക്ക് നീ ശമനം കൊടുക്കണേ അല്ലാ, ഗർഭിണികൾക്ക് നീ സുഖപ്രസവം നൽകണേ അല്ലാ, മക്കളില്ലാത്തവർക്ക് നീ മക്കളെ കൊടുക്കണേ അല്ലാ, വിവാഹപ്രായമായവർക്ക് ഖൈറായ ഇണകളെ കൊടുക്കണേ അല്ലാ, നിർമ്മിച്ചു കൊണ്ടിരിക്കുന്ന വീടുകളുടെ പണികൾ നീ പൂർത്തിയാക്കി കൊടുക്കണേ അല്ലാ, വാടക വീടുകളിൽ കഴിയുന്നവർക്ക് നല്ല വീട് നീ നൽകണേ അല്ലാ, നിശ്ചയിച്ച കല്യാണങ്ങൾ ഭംഗിയോടെ നീ നടത്തി കൊടുക്കണേ റബ്ബേ, എല്ലാം നീ റാഹത്തിലാക്കണേ അല്ലാ, സന്തോഷത്തിലാക്കണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളെ മുറാദുകൾ നീ ഹാസുലാക്കണേ അല്ലാ, ഞങ്ങളെ യാത്രകൾ നീ എളുപ്പമാക്കണേ അല്ലാ, വിചാരിച്ചതിനേക്കാളും ഭംഗിയുള്ള യാത്രയാക്കി തരണേ അല്ലാ, ഇസ്സത്തിലാക്കി തരണേ അല്ലാ. അഹ്ലുബൈത്തിന് വേണ്ടി ഒരുപാട് വീടുകൾ നിർമ്മിക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാ, അതിനാവശ്യമായ സമ്പത്ത് ഞങ്ങളെ കയ്യിലേക്ക് നീ എത്തിച്ചു തരണേ അല്ലാ. അല്ലാഹുവേ, രോഗികൾക്ക് നീ ശിഫ കൊടുക്കണേ റഹ്മാനെ. അല്ലാഹുവേ, എന്ത് നിയ്യത്തുകളാണോ ഞങ്ങളെ മജ്‌ലിസിൽ പങ്കെടുക്കുന്ന ഓരോ മുത്തുമൂമിനീങ്ങളുടെയും മുത്തുമൂമിനാത്തുകളുടെയും കൽബുകളിലുള്ളത് നിനക്ക് അറിയാമല്ലോ അല്ലാ. ഒരാളുടെയും പേരോ നാടോ വിവരങ്ങളോ രോഗങ്ങളോ പ്രശ്നങ്ങളോ പ്രയാസങ്ങളോ മക്കളില്ലാത്തതോ വീടില്ലാത്തതോ ജോലിയില്ലാത്തതോ കടമോ എന്ത് പ്രശ്നങ്ങളാണെങ്കിലും തഫ്സീലായി അവരുടെ നാടും അവരുടെ പേരും അവരുടെ വിഷമങ്ങളും അവരുടെ പ്രയാസങ്ങളും റബ്ബായ നിന്റെ മുന്നിൽ വിശദീകരിക്കേണ്ട തഫ്സീലായി പറയേണ്ട ഒരു ആവശ്യവും ഇല്ലല്ലോ അല്ലാ. നീ എല്ലാം കാണുന്നവനല്ലയോ, നീ എല്ലാം അറിയുന്നവനല്ലയോ, നീ എല്ലാം നിയന്ത്രിക്കുന്നവനല്ലയോ, നിന്റെതല്ലാത്തതായി ഒന്നുമില്ലല്ലോ അല്ലാ. അല്ലാഹുവേ, ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം തങ്ങളുടെ ബറക്കത്തിനാല് ഈ മജ്‌ലിസിൽ പങ്കെടുക്കുന്ന ഓരോരുത്തരുടെയും സർവ വിഷയങ്ങൾക്കും നീ ആജിലായ കാമിലായ പരിഹാരം നൽകണേ അല്ലാ, പരിഹാരം നൽകണേ അല്ലാ, പരിഹാരം നൽകണേ അല്ലാ. ആരാണ് ആമീൻ പറയുന്നത്? ആരാണ് ഇന്നാലിന്ന വിഷയം കൽബിൽ കരുതിയത്? അറിയുന്നവൻ നീയാണല്ലോ റബ്ബേ. ഓരോരുത്തരുടെയും പേര് പറഞ്ഞാൽ എത്ര സമയം പറയേണ്ടി വരും എന്നും നിനക്ക് അറിയാമല്ലോ അല്ലാ. നീ എല്ലാം കാണുന്നുണ്ടല്ലോ അല്ലാ, എല്ലാം അറിയുന്നുണ്ടല്ലോ അല്ലാ. എല്ലാം 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 നിന്നിൽ ഞങ്ങൾ ഭരമേൽപ്പിക്കുന്നു അല്ലാ. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആസാർ മുബാറക്ക് സാക്ഷിയാണ്. അല്ലാഹുവേ, തട്ടിക്കളയരുതേ അല്ലാ, തട്ടിക്കളയരുതേ അല്ലാ, തട്ടിക്കളയരുതേ റബ്ബേ. വലിയ ഇജാബത്ത് ഞങ്ങൾക്ക് തരണേ അല്ലാ, ആജിലായ പരിഹാരം നൽകണേ അല്ലാ, കാമിലായ പരിഹാരം തരണേ അല്ലാ. ഞങ്ങളെ നീ ഒരാളെയും ഖായിബാക്കി കളയല്ലേ അല്ലാ. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك يا أرحم الراحمين.